നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് വരുന്നത് ഫ്യൂച്ചർ ഓഫ് ആനിമേഷൻ വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ നമ്മുടെ മൾട്ടിമീഡിയ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ടെക്നോളജി അതുപോലെ റിസർച്ചിലും ഒക്കെ ഉള്ളൊരു എന്താണ് വ്യാപകമായി കിടക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു എന്താ പറയുക ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻസിനും അതുപോലെ മൾട്ടി ഡിസിപ്ലിൻസറിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സൊല്യൂഷനാണ് നമ്മുടെ മൾട്ടിമീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രം ദി ബിഗിനിങ്, തുടക്കം മുതൽ ഈ മൾട്ടിമീഡിയ റിസർച്ച് എന്താണ് എന്തെങ്കിലും വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് AI ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മൾ അതിനൊക്കെ മുന്നേ നമ്മൾ ആദ്യം നമുക്ക് പറയാനുള്ളത്, നമ്മൾ മൾട്ടിമീഡിയ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ആനിമേഷൻ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ മനസ്സിലേക്ക് വരിക ആരാണ്? വാൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അല്ലേ. വാൾട്ട് ഡിസ്നി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് അനിമേഷനെ ഇന്നത്തെ എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് വാൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇയാൾ എന്താ പറഞ്ഞാൽ ഹി വാസ് എ ട്രൂ വിഷണറി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭയങ്കര കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു. അതായത് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരുപാട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് വാൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അതായത് ഇന്നത്തെ അതായത് എന്നോ ക്രിയേറ്റ് ചെയ്ത ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോ കണ്ടെത്തിയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അപ്പോൾ അതായത് അന്നത്തെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വരെ എങ്ങനെ ആനിമേഷൻ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് അദ്ദേഹം അന്ന് തന്നെ വിഷൻ ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ആനിമേഷൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ എന്താ പറയുക 2D ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മൗസ് ആൻഡ് ഡക്ക് നമ്മുടെ $multi-billion തുടങ്ങിയിട്ട് അത് മൾട്ടിനാഷണൽ ബിസിനസ് ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളൊരു ആനിമേഷൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പങ്കാണ് ഈ വാൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞിട്ട് ആൾക്ക് നമ്മുടെ ആനിമേഷനിലുള്ളത്. നമ്മുടെ സ്മാർട്ട് സിറ്റീസിലെ എക്കോസിസ്റ്റത്തിൽ നമ്മുടെ മൾട്ടിമീഡിയ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയുക, ഡ്യൂ ടു ദി ഇനോമറസ് എക്കറൻസ് ഓഫ് ദി മൾട്ടി മോഡൽ സെൻസേഴ്സ്, അതുപോലെ സ്മാർട്ട് ഒബ്ജക്ട്സ് ഇൻ ദി അറ്റ്മോസ്ഫിയർ, ഇൻക്രീസ്ഡ് മൾട്ടിമീഡിയ ടീം വർക്ക് എമംഗ് ഡിസിമിലർ ഓർഗനൈസേഷൻ ആൻഡ് റിയൽ ടൈം മീഡിയ ഷെയറിംഗ് ബിറ്റ്വീൻ സോഷ്യലി കണക്റ്റഡ് പീപ്പിൾ, ഇതൊക്കെയാണ് മൾട്ടിമീഡിയ എനർജറ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് സ്മാർട്ട് സിറ്റീസിൻ്റെ എക്കോസിസ്റ്റത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. ട്രഡീഷണൽ ആനിമേഷൻ ഓർ ക്ലാസിക്കൽ ആനിമേഷൻ, സെൽ ആനിമേഷൻ ആൻഡ് ഹാൻഡ് ഡ്രോൺ ആനിമേഷൻ എന്നൊക്കെ പറയാം. ഇറ്റ്സ് ആൻ ആനിമേഷൻ പ്രൊസീജിയർ ഇൻ വിച്ച് ഈച്ച് ഫ്രെയിം ഈസ് ഡ്രോൺ ബൈ ഹാൻഡ്. ഓരോ ഫ്രെയിമും കൈകൊണ്ടായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. ദി മെത്തേഡ് വാസ് ദി ലീഡിങ് ഫോം ഓഫ് ആനിമേഷൻ ഇൻ സിനിമ അണ്ടിൽ ദി അഡ്വെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആനിമേഷൻ. അതായത് നമ്മുടെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ലീഡിങ് ഫോം ഓഫ് ആനിമേഷൻ ഇൻ സിനിമ അണ്ടിൽ ദ അഡ്വെന്റ് കമ്പ്യൂട്ടർ ആനിമേഷൻ കണ്ടെത്തുന്നത് വരെ നമ്മുടെ സിനിമ ആനിമേഷനായിൻ്റെ ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി 21st സെഞ്ച്വറിയിൽ 3D ക്യാരക്ടേഴ്സ് ആർ നോട്ട് എനി ലെങ്തർ ഇൻ എ മിക്സ് ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് പോളിഗൺസ്. നമ്മുടെ 21st സെഞ്ച്വറിയിലും 3D ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ട്രയാങ്കിൾ ആൻഡ് പോളിഗൺസിൻ്റെ മിക്സ് മാത്രമല്ല, ബട്ട് റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സ് ദാറ്റ് ആർ ഫ്രീക്വൻറ്റ്ലി ക്രിയേറ്റഡ് വിത്ത് സച്ച് കെയർഫുൾനെസ് ദാറ്റ് ആൻ ഓട്ടോമാറ്റിക് express may not even adequate to distinguish between real and energetic. എന്തെല്ലാം, അതായത് വെറും ഒരു ട്രയാങ്കിൾസിൻ്റെ പോളിഗൺസിൻ്റെ മിക്സ് മാത്രമല്ല നമ്മുടെ 3D ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരെ മറിച്ച് എന്താണ് റിയലിസം മനുഷ്യന്മാരുടെ ഇടയിലും ഭയങ്കര അത്ഭുതകരമായി തോന്നിക്കുന്ന രീതിയിലോട്ട് ഇപ്പോൾ നമ്മുടെ ആനിമേഷൻ സിസ്റ്റം മാറിക്കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ടൈപ്സ് ഓഫ് 3D ആനിമേഷനാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. 3D വീഡിയോ ആൻഡ് ഫിലിം,
Among the type of 3D animation, 3D video and films are the most common. പിന്നെ interactive 3D. This is a 3D animation production that features purely digital realm and created using 3D computer software. പിന്നെ virtual reality 3D, inverse kinematics, fluid simulation, 3D skeletal animation with AI. ഇനി ആനിമേഷനിൽ AI പങ്ക് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3D ആനിമേഷൻ, അതായത് ഗ്രാഫിക് ഗ്രൂപ്പ് വഴി നമ്മുടെ 3D ആനിമേഷനിലോട് ഭയങ്കരമായിട്ട് ഫെമിലറൈസ് ആയി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഉള്ളത്. നമ്മുടെ 21st സെഞ്ച്വറിയിൽ 3D ക്യാരക്ടേഴ്സ് നമ്മുടെ ട്രയാങ്കിളും പോളിഗണും വെച്ചിട്ട് അതിൻ്റെ ഒരു മിക്സർ മാത്രമല്ല എന്ന് നമ്മൾ പറഞ്ഞു. മെഷീൻസ് ആർ നോ ലോങ്ങർ ജസ്റ്റ് ലേണിംഗ് ബട്ട് ഇമാജിനിങ് ആസ് വെൽ. കറണ്ട് ഇയേഴ്സ് ഹാവ് ഒബ്സർവ്ഡ് ദി ഇമ്മീഡിയറ്റ് പ്രോഗ്രസ് ഓഫ് ഡീപ്പ് ലേണിംഗ് ആൻഡ് AI chiefly builds tools that are reaching to enlarge the contemporary possibility of animation to invisible levels. അപ്പം നമ്മുടെ അപ്പോൾ എന്താ പറഞ്ഞു വന്നത് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, മെഷീൻസ് ഇപ്പോൾ പഠിക്കുക മാത്രമല്ല, അവരെന്താണ് സ്വന്തമായിട്ട് ഇമാജിൻ ചെയ്യും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ കറണ്ട് ഇയേഴ്സിൽ നമ്മളെന്താണ് നമ്മുടെ ഡീപ്പ് ലേണിംഗ് അതുപോലെ AI പോലുള്ള ടൂൾസ് നമ്മുടെ ആനിമേഷൻ്റെ ഇൻവിസിബിൾ ലെവലിലേക്ക് മാറ്റാൻ കണ്ടംപററി പോസിബിലിറ്റി എൻലാർജ് ചെയ്യും, അതിലേക്ക് നമ്മൾ റീച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് AI ഇൻ ആനിമേഷനിൽ നമ്മുടെ AIൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നത്. ഓട്ടോമേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർ ട്രാൻസ്ഫോമിംഗ് ബിസിനസ് ആൻഡ് വിൽ അണ്ടർറൈറ്റ് ടു എക്കണോമിക് ഗ്രോത്ത് വയ കോൺട്രിബ്യൂഷൻസ് ടു പ്രൊഡക്ടിവിറ്റി. In animation and multimedia, it has created a wonder. അതായത് നമ്മുടെ ഓട്ടോമേഷനും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മുടെ ബിസിനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യുകയും അതുപോലെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഭയങ്കര എന്താ പറയുക പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നിട്ട് ഭയങ്കര എക്കണോമിക് ഗ്രോത്ത് കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ആനിമേഷൻ ഇൻ മൾട്ടിമീഡിയയിൽ ഇത് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ്, ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. AI ഓട്ടോമേഷൻ വിത്ത് ട്രെയിൻ ഡീപ്പ് ലേണിംഗ് അൽഗോരിതം ടു അക്കംപ്ലിഷ് റൂട്ടീൻ ടാസ്ക് ലൈക്ക് ക്രിയേറ്റിംഗ് എ ഡിജിറ്റൽ ക്യാരക്ടർ ലുക്ക് ലൈഫ് ലൈക്ക്. അതായത് നമ്മുടെ AI ഓട്ടോമേഷൻ നമ്മുടെ ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ റൂട്ടീൻ ടാസ്കുകളും അതുപോലെ ഡിജിറ്റൽ ക്യാരക്ടേഴ്സിനൊക്കെ ജീവനുറ്റതാക്കുന്നുണ്ട്. അതായത് ശരിക്കുള്ള പോലെ നമുക്ക് എന്താ പറയുക, അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. AI facilitates fast formation of varied game elements like 3D models and animation, game pure mathematics, story integration and texturing. അതായത് AIൻ്റെ ഫെസിലിറ്റീസ് ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള മികച്ചതായിട്ടുള്ള എന്താ പറയുക ഗെയിം എലമെൻറ്റ്സ് ഫോർമേഷന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് 3D മോഡൽസും അതുപോലെ ആനിമേഷൻസും എന്താ പറയുക ഗെയിം പ്യുവർ മാത്തമാറ്റിക്സും പോലുള്ള ടെക്സ്ചറിങ്, സ്റ്റോറി ഇൻറ്റഗ്രേഷനൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നതിൽ AI ഫെസിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റാണ്. AI tools and robots can begin dominating the industry. Simply the approach they took over the factories and therefore the client service duties. അതായത് AI ടൂൾസും അതുപോലെ റോബോട്ട്സൊക്കെ നമ്മുടെ ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്ത പോലെ ഈ ഒരു മേഖലയിലും, അതായത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ക്ലയൻറ്റ് സർവീസസും അതുപോലെ ഇൻഡസ്ട്രി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ ഒരു ബിസിനസ്സും, അതായത് ഈ ഒരു മേഖലയിലും വ്യവസായത്തിലും കൂടെ എന്താണ് ഭയങ്കരമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റാണ് കാണിക്കുന്നത്. ഇൻവെൻറ്റീവ് ആർട്ടിസ്റ്റോ ഡിവോട്ട് ഫ്യൂവർ ലൈൻസ് ഓൺ ദി ലേബർ
intensive setting by frame reduction method and to get target additional fascinating things. അതായത് ഭയങ്കര ഇൻവെൻറ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് അവരുടെ എന്താ കുറഞ്ഞ സമയം ചിലവാക്കി ഈ ഒരു എഐൻ്റെ സഹായത്തോടു കൂടി ഈ ഫ്രെയിം റിഡക്ഷൻ പോലുള്ള ജോലികൾ, അത്തരം ജോലികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനും നമുക്ക് മറ്റു കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഭയങ്കരമായിട്ട് കഴിഞ്ഞു ഈ എഐ ഇടപെട്ടതുകൊണ്ട്. അതുപോലെ നോറ എ software came with auto rig tool, human motion simulation and blending as well as motion editor that can grip a wide range of 3D animation and game design requirements. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗർ 14.6. അത് എന്താ പറയുക, മൾട്ടി ഫങ്ഷൻ വിർച്വൽ അസിസ്റ്റൻറ്റിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്, വിച്ച് കണക്ട് ടു mini application that use semantic search to inform, endorse or manage on behalf of users. എന്താ വെച്ചാൽ യൂസറിന് പകരമായി, അതായത് നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്നതിന് പകരം എന്താ പറയുക, ഇൻഫോർമേഷൻസൊക്കെ സെർച്ച് ചെയ്യാനും അതുപോലെ മാനേജ് ചെയ്യാനും ഒക്കെ യൂസേഴ്സിന് പകരം സ്വന്തമായിട്ട് ചെയ്യുന്ന എഐ യൂസ് ചെയ്തിട്ടുള്ള മൾട്ടി ഫങ്ഷൻ വിർച്വൽ അസിസ്റ്റൻറ്റിനെയാണ് നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലൂടെ കാണാം.